ഇന്നത്തേത് ഒരു ഇടിയപ്പത്തിൻ്റെ വിശേഷമാണ് കേട്ടോ. സത്യത്തിൽ ഈ ഇടിയപ്പം എന്ന് പറയുന്നതേ ഞാൻ ചെറുതിലേ മുതൽ വെറുത്തൊരു ഭക്ഷണമാണ് കേട്ടോ. കഴിച്ചിട്ടല്ല, പക്ഷേ ഉണ്ടാക്കിയിട്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ അവിടെ പള്ളിയിലേക്കും കാര്യങ്ങൾക്കും ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു ഓർഡർ അനുസരിച്ചിട്ട്. അങ്ങനെ ഇവർക്ക് ഞായറാഴ്ച കുർബാനയുള്ള ദിവസം രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് നമ്മൾ ഓർഡർ കൊടുക്കുക. ഏകദേശം ഒരു 100, 120, 150 ഇടിയപ്പമൊക്കെ വരുവേ. അപ്പോൾ അന്ന് ഈ ഇടിയപ്പം പീച്ചുന്ന മെഷീനോ സാധനങ്ങളോ ഒന്നും നമ്മുടെ അറിവിലില്ല. ഇത് ഈ സേവനാഴിയിൽ കറക്കി 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 വേണം ഉണ്ടാക്കാനായിട്ട്. ഞായറാഴ്ച എന്ന് പറയുന്നൊരു ദിവസം ഇത്രയധികം ഞാൻ വെറുത്തൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇടിയപ്പവും രാവിലെ 5 മണി 6 മണി ആകുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് തൊണ്ട പോയി ഇപ്പോൾ ശരിയായിട്ടോ. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട്, അതും ആ പ്രായത്തിൽ ആ തണുപ്പത്ത് എഴുന്നേറ്റ് വന്ന് ഈ ചൂട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്ന ഈ പൊടി അങ്ങ് കൈയിട്ട് കുഴയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതൊരു കുളിരാണ് കേട്ടോ. എന്നിട്ട് ഇത് ഈ സേവനാഴിയിലിട്ട് ഈ കറക്കുന്ന ഒരു കറക്കമുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് അത്യാവശ്യം കറക്റ്റാണെന്നുണ്ടെങ്കിൽ സേവനാഴിയിൽ അത് സിമ്പിളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ആ ഇടിയപ്പം ഇങ്ങനെ പ്ലിങ്ങി പ്ലിങ്ങി പോകുന്ന കൊണ്ട് കുറച്ച് കട്ടിക്കാണ് അന്ന് മാവ് എടുത്തുകൊണ്ടിരുന്നത് അമ്മ. അപ്പോൾ അത് സേവനാഴിയിൽ തിരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് കൈയുടെ കുഴ വരെ ഒടിയുന്ന ഒരു ദിവസമായിരുന്നു ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇടിയപ്പത്തിനെ പറ്റി എനിക്കൊരു ബാഡ് സ്റ്റോറി എൻ്റെ ലൈഫിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിയപ്പം ഞാൻ വെറുതെ കിടക്കായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പിന്നെ ലൈഫ് മുമ്പോട്ട് പോയി കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇടിയപ്പം പിഴിയുന്നതൊന്നും അല്ലടോ ശരിക്കുള്ള ബുദ്ധിമുട്ടെന്ന്. ഇല്ലേ? പണ്ടൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് അന്നും ക്യാൻറ്റീനായിരുന്നു. നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയിൽ അപ്പിടി കരിയും കരിപ്പാത്രം കഴുകിയതിൻ്റെ കരിയും ചിലപ്പോൾ ഡെസ്കിൽ വെച്ച് ഇങ്ങനെ എഴുതുന്ന സമയത്തായിരിക്കും കൈയിൻ്റെ ബാക്കിൽ വിംബാറൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുക. അപ്പോൾ ടീച്ചേഴ്സ് പറയും, ഇതേ മോനെ സോപ്പിരിക്കുന്നു തുടച്ച് കളാന്ന്. കാര്യം അവർക്കൊക്കെ അറിയാം. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുട്ടികളൊക്കെ കയ്യിൽ പലതരം നെയിൽ പോളിഷൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ അന്നും ഈ കരിയും പാടുമൊക്കെ ആയിരുന്നു കേട്ടോ.